ടി വീണയുടെ ഉടമസ്ഥതയിലുള്ള കോഴിക്കോട് പന്തീരങ്കാവിലെ ലേക്കർ ഇന്ത്യയുടെ ഓഫീസ് മുറി തുറക്കാറില്ലെന്ന് കെട്ടിട ഉടമ മുഹമ്മദ് അലി മീഡിയ വണ്ണിനോട്. 3 വർഷം മുൻപ് ഡോക്ടർ അനീസ് എന്നയാളുടെ പേരിലാണ് മുറി വാടകയ്ക്കെടുത്തത്. കൃത്യമായി വാടക ലഭിക്കാറുണ്ടെന്നും മുഹമ്മദ് അലി പറഞ്ഞു. അപ്പോൾ അത് എത്ര കാലമായി അവിടെ പ്രവർത്തിക്കുന്നു? അതിപ്പോ ഞാൻ വാടക കൊടുത്തിട്ട് ഏകദേശം 3 വർഷത്തോളം ആയിട്ടുണ്ടാവും എന്റെ ഓർമ്മ. അത് ആരുടെ എഗ്രിമെന്റ്, ആരുടെ പേരിലാ? അഗ്രിമെന്റ് ഡോക്ടർ അനീസ്. അതിലിപ്പോ ഈ വീണ, പിന്നെ പിണറായി വിജയന്റെ മകൾ വീണ, ഇതില് ഇതുണ്ടോ, വരാറുണ്ടോ? ഇല്ല അത് വരാറില്ല. അഗ്രിമെന്റ് അനീസിന്റെ പേരിലാണ്, പേഴ്സണൽ നെയിമിലാണ്. ഞാൻ വീണായിട്ടുള്ള വിവരമൊന്നും എനിക്ക് അറിയില്ല. അവളോട് വരാറില്ല. കമ്പനി പ്രവർത്തിക്കുന്നില്ല അത് അവിടെ ഒന്നുമില്ല. അയാൾ വാടക എടുക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് അയാളെങ്ങനെ മെഡിക്കൽ എക്യുപ്മെന്റ്സോ അതിന്റെ ഇതെല്ലാം കൂടെ ഒരു ഓണർഷിപ്പ് ഡീലർഷിപ്പ് തുടങ്ങുന്നുണ്ട്. അതിന്റെ ഒരു ഓഫീസായിട്ട് ഉപയോഗിക്കാനാണ്, ലൈസൻസ് എടുക്കാനാണെന്നൊക്കെ എന്നോട് പറഞ്ഞത്, ഗവൺമെന്റ് അടുത്ത് പറഞ്ഞത്. ഇത് ഫർണിച്ചറൊക്കെ ചെയ്തിട്ടുണ്ടോ ഓഫീസ്? ഞാൻ കൂടുതൽ ചോദിച്ചാൽ ഞാൻ അത് അധിക സമയത്ത് തുറന്നു വെക്കാറില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലും അറിയില്ല. തുറക്കാറില്ല അല്ലെ? ഇല്ലില്ല. ഇങ്ങനെ മുമ്പ് ഇങ്ങനെ പൈമാരുന്ന സാധനങ്ങൾ കൊണ്ടുവെക്കാറിന്റെ അടുത്ത് എടുത്തുണ്ടാവാറുന്നല്ലാതെ വേറെ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ വാടക കറക്റ്റ് ആയിട്ട് ഇരുന്നോണ്ട് ഞാൻ അതിനെ കൂടുതൽ എനിക്ക് അന്വേഷിക്കാറുമില്ല. വാടക കിട്ടുന്നുണ്ട് അപ്പൊ ഈ അനീസിന്റെ? വാടക കറക്റ്റ് ആയിട്ട് ഇരുന്നുണ്ട്. അയാൾ വാടക കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ കമ്പനി പ്രവർത്തിക്കുന്നില്ല അല്ലെ? പ്രവർത്തിക്കാന്നാണ്. ഇനി തുറക്കാറുണ്ടോ? ഞാൻ ആ ഭാഗത്ത് പോകുന്ന സമയത്ത് തുറന്നു വെച്ച് കാണാറില്ല. ഇനി വൈകിട്ടൊക്കെ ഞാൻ സ്ഥിരമായിട്ട് അവിടെ കാണാറില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് ആ അങ്ങാടിക്ക് പോകുന്ന സമയത്തല്ലേ കാണും. എത്ര അവിടെ റെന്റ് എത്ര അവർക്ക്? റെന്റ് തുടക്കത്തില് 3000 ആയിരുന്നു. ഇപ്പോ അഗ്രിമെന്റ് 1-2 കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ അഗ്രിമെന്റ് അയാൾ പുതുക്കണം എന്ന് പറഞ്ഞാൽ പുതുക്കുന്ന സമയത്ത് ഒരു 250 കൂട്ടിയിട്ട് 3250 ആണ് ഇപ്പൊ വാങ്ങുന്നത്. എത്ര ഇപ്പൊ വാങ്ങുന്നത്? 3250. 250 രൂപ കൂട്ടിയപ്പോ അയാൾ ഒരു അഗ്രിമെന്റ് പുതുക്കണം പറഞ്ഞ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ കുറച്ച് കാലമായിട്ട് അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുമ്പോ പിന്നെ അവര് അങ്ങനെ ഒഴിയാണെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? ഇല്ല അപ്പൊ ഒഴിയാൻ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. സാജിദ് അജ്മൽ വിശദാംശങ്ങളുമായി ചേരുന്നു. സാജിദ്, ഇനിയിപ്പോൾ ഈ ഡോക്ടർ അനീസ് ഏതാണ് എന്നും ഇഡിക്ക് തപ്പേണ്ടി വരും. അപ്പോൾ ഈ കടയുടമ പറയുന്നതനുസരിച്ച് ഒരു അന്വേഷണമോ പരിശോധനയോ ചോദ്യങ്ങളോ ഒക്കെ ഉയർന്നാൽ കാണിക്കാൻ പേരിനൊരു കടമുറി അവിടെ എടുത്തിട്ടിരുന്നു എന്ന് മനസ്സിലാക്കണം. സൈഫുദ്ദീൻ, ഈ കമ്പനി ലേക്കർ ഇന്ത്യ എന്ന കമ്പനിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ 2 ആളാണ് അതിന്റെ ഉടമസ്ഥാവകാശത്തിൽ ഉള്ളത്. ഒന്ന് ടി വീണയും പിന്നെ ഒന്ന് ഡോക്ടർ അനീസുമാണ്. ഈ കൂടുതൽ അധികാരം വീണയ്ക്കാണ് എന്നുള്ളതാണ് രേഖകൾ തെളിയുന്നത്. ഇത് മുഹമ്മദ് റിയാസും വീണയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് തങ്ങളുടെ സ്ഥാപനമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വർഷങ്ങളായി തുറന്ന് പ്രവർത്തിക്കുന്നില്ല. 3 വർഷം മുൻപാണ് ഈ കെട്ടിടം ഈ വാടകയ്ക്ക് എടുത്തത് എന്നുള്ളതാണ് ഉടമ പറയുന്നത്. എന്നാൽ കുറെ കാലമായി ഈ കെട്ടിടം തുറന്ന് പ്രവർത്തിക്കുന്നില്ല, ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഈ എരഞ്ഞിപ്പാലം എന്നത് കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. വെറും 3250 രൂപയാണ് അവിടെ വാടകയ്ക്ക് ഉള്ള ഒരു ചെറിയ മുറിയാണ്. പക്ഷെ അവിടെ ഈ മെഡിക്കൽ ഉപകരണങ്ങൾ, സർജിക്കൽ ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു കട, അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കുറെ കാലമായി ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. അത് പൂർണ്ണമായും ഒരു കടലാസ് കമ്പനിയാണോ, ഇതിന്റെ മറവിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. അതിൽ ഇതിന്റെ രേഖകൾ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ED ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അങ്ങനെ ഒരു കമ്പനിക്ക് ബോർഡോ മറ്റും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു A4 പേപ്പറിൽ അത് പ്രിന്റ് എടുത്ത് ലേക്കർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്.